Any toppings on this? What? Any toppings? Yeah, Sorry for this. I'm gonna put on my channel. നമ്മൾ ഏകദേശം ദോശൻ്റെ മാവ് നമ്മ ബട്ടർ ന്യൂട്ടല്ല. How much for this form of bro? Like 450. What you call this? Huh? What do you call this? Butter and sugar. Yes. 400 രൂപ. ദോശക്കല്ലും അരിമാവുണ്ടായ കേസ് തീരും. സമ്മറാകുമ്പോൾ ഉണ്ടാവുന്ന ഷോപ്പുകളാണ്. ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം. ഇത് ലണ്ടനൈൻ്റെ ഏരിയ ആണ്. അപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്നൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഹട്ട് ഇങ്ങനെ എടുക്കാനുള്ള വാടകയോ അങ്ങനെയുള്ള പ്രൊസീജിയറൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ ചെയ്തെടുക്കാൻ പറ്റുന്ന, സാധാരണക്കാരനും ചെയ്തെടുക്കാൻ പറ്റുന്ന, ചെറിയ ഇൻവെസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഈ കടയിൽ വെക്കുന്നത് ഏകദേശം നമ്മൾ ദോശമാവിൻ്റെ പാൻ കേക്ക് എന്നൊക്കെ പറയാം. പക്ഷേ ആ ദോശമാവിൻ്റെ അതേ പ്രോസസ്സാണ്, അതേ കല്ലുമാണ്. ആ കല്ലും ഇട്ട് പരത്തിയിട്ട് ബട്ടർ തേച്ചിട്ട് അതിൻ്റെ മേലെ ന്യൂട്രലും തേച്ചിട്ട് പിന്നെ നമ്മൾ ഷുഗർ പൊടിച്ചത് സ്പ്രിങ്കിൾ ചെയ്യുക. അത് മടക്കിയാണ്ട് നല്ല പെർഫെക്റ്റായിട്ടൊരു പാക്കറ്റിലാക്കി കൊടുക്കുക. 4 പൗണ്ട്, നാട്ടിലെ 400 രൂപ. അപ്പം ഞാൻ ഇത് ഇങ്ങോട്ട് വന്നപ്പോൾ കരുതിയത് ഇവിടെ സീസണിൽ മാത്രം ഉണ്ടാകുന്ന കടകളാണെന്നാണ് കരുതിയിരുന്നത്. അവിടെ ഒരാളോട് സംസാരിച്ചപ്പോൾ ഇത് സീസണിൽ ഉണ്ടാകുന്ന കടയല്ല, ഇത് ഇവിടെ എല്ലാ സമയത്തും ഉണ്ട്. അതായത് ഒരു കൊല്ലം മുഴുവുണ്ട്. വിൻ്റർ സമയത്തൊക്കെ ഇവിടെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പക്ഷേ സമ്മർ ഇതേമാതിരി ടൂറിസ്റ്റ് ആൾ പോകുന്ന സമയമൊക്കെ ആയാൽ ഇവിടെ അത്യാവശ്യം നല്ല ആളുണ്ടാവും. ഇതിൻ്റെ അപ്പുറത്തെ കട, രണ്ടാമത്തെ കട, മൂന്നാമത്തെ കട, രണ്ടാമത്തെ കട അവിടെയാണ് സംസാരിച്ചത്. ഒരു ഇറ്റാലിയൻ ബേസാണ്, ട്രഡീഷണൽ ഫുഡാണ്, ഇറ്റാലിയനാണ് പറയുന്നത്. ഇതിപ്പോൾ കോഫി, പിന്നെ സ്നാക്സ്, ഈ പറഞ്ഞ നട്ട്സ് അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പാണ്. അതിൻ്റെ അപ്പുറത്തൊരു ഇന്ത്യൻ കട ഉണ്ട്. ആ കടയിലാണ് ദോശൻ്റെ മാവാണ് സംഗതി, എൻ്റെ ബേസ്. ദോശ നമ്മളെന്താണ് ചെയ്യുക, അത് തന്നെയാണ് അതിൻ്റെ ബേസ്. അതിന് പേര് പാൻ കേക്ക് എന്ന് വിളിക്കും. നമ്മൾ സാമ്പാറൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ദോശ ആകുമ്പോൾ പാൻ കേക്കൊക്കെ ന്യൂട്രലും ബട്ടറും ഷുഗർ സിറപ്പൊക്കെ വയ്ക്കുമ്പോൾ അതൊരു പിന്നെ സ്വീറ്റായുള്ള സാധനമായിട്ട് അതിനെ ഒരു പാൻ കേക്ക് എന്ന് വിളിക്കും. 4 പൗണ്ടാണ് ആ സാധനത്തിന് അവിടെ പറഞ്ഞത്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തുടക്കം കുറിക്കാൻ പറ്റുന്ന, സാധാരണക്കാരനാവനാണ് ഈ ഫുഡ് ഫീൽഡിലൊക്കെ ഇറങ്ങി തുടക്കം കുറിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു കണ്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല. ഇവിടെ ഒരു സ്പേസ് വരെ ഇനി ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല ആളുണ്ട്, ഇവിടെ തിരക്കുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഏരിയയിലൊക്കെ ഇപ്പോൾ ഇന്ന് കുറച്ചൊക്കെ മോശമാണ്. സെൻട്രൽ ലണ്ടനിൽ ഓക്സ്ഫോർഡ് സർക്കസ് ഏരിയയിലൊക്കെ കുറച്ച് മോശമാണ്. ഒരു സാറ്റർഡേൻ്റെ തിരക്കൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ ഒരു സെറ്റപ്പിക്ക് വേണ്ട ആൾക്കാരും കസ്റ്റമറും കച്ചവടങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് എന്താ ചിലവ് നമുക്കറിയില്ലേ. അപ്പോൾ ആ കടയിൽ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് 3 ആൾ പിന്നെ ആ ഒരു സാധനം കൊണ്ട് ജീവിക്കുന്നുണ്ട്. 4 ആളോളം ഓരോ ശമ്പളം കാര്യങ്ങളും ലൈഫുമായിട്ട് ആ കടയിൽ നിന്ന് ഒരു 4 ആളോളം ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാണുന്ന എല്ലാ കടയിൽ നിന്നും പണിക്കാരും മുതലാളിയും ഇതിക്ക് സാധനം കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ടാവും. അവസരം ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വല്ല അവസരം ഉണ്ടോ നോക്കി നടക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നമുക്ക് പറഞ്ഞമാർക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാം ഇൻഷാ അല്ലാ. ഇതിപ്പോൾ ലണ്ടൻ വാട്ടർലൂ സൈഡ്, അതായത് ലണ്ടൻ അതിൻ്റെ വാട്ടർലൂ സ്റ്റേഷൻ്റെ സൈഡിൽ ഇപ്പോൾ വൈഫ് വർക്ക് ചെയ്യണം. ഇവിടെ സൗത്ത് ബാങ്ക് പറഞ്ഞ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഇത് സൗത്ത് ബാങ്ക് എന്നും പറയുന്നത്. അപ്പോൾ
ഓളെ കൊണ്ടുവരാൻ വേണ്ടി വന്നപ്പോൾ വീട്ടിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വെറുതെ വന്നതാണ് എൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ. അപ്പോൾ കണ്ട സാധനമാണ്, അല്ലാതെ നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല കേട്ടോ. ഇത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്, വെജിറ്റേറിയൻ, അത് ഇവിടുത്തെ ഒരു മാർക്കറ്റിംഗ് ആണ്. അതേപോലെ നമ്മൾ ഓർഗാനിക് ഫുഡ്, പിന്നെ ഹലാൽ ഫുഡും നല്ലൊരു മാർക്കറ്റാണ്. നമ്മളെ ഷോപ്പൊക്കെ ചിക്കനൊക്കെ ഹലാലാണ്, അപ്പോൾ അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഫുഡിൻ്റെയൊക്കെ ഒരു മാർക്കറ്റ് ഇവിടെ, ഹലാലും അല്ലാത്ത കാര്യങ്ങളൊക്കെ.